സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി ആൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഇതാ നല്ലവനായ തമ്പുരാൻ കുർബാനയപ്പമായി നമ്മുടെ കൂടെയായിരിക്കുന്നു. ഈ കൃപയുടെ സമയം കർത്താവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരിക്കുന്ന സമയമാണ്. 3 മണി സമയം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ ആവശ്യപ്പെട്ട സമയമാണ്. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയുടെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ കരുണ, പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ് ഈശോയിൽ നമ്മൾ കാണുക. ഇത്രമാത്രം സ്നേഹവും കരുണയും പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയിലാണ്. ഈശോ മിശിഹായിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങുന്നവരുടെ ജീവിതങ്ങൾ മാറും. അവരുടെ ജീവിതങ്ങളിൽ വലിയ ദൈവാനുഗ്രഹവും ദൈവാനുഭവവും നിറയും. പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ നിമിഷം, കൃപയുടെ നിർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന ഈ സമയം പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുക. കാൽവരിയിൽ നമുക്ക് വേണ്ടി കർത്താവ് യേശു മിശിഹ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തുള്ളികളെ അതിൻ്റെ യോഗ്യതയാൽ കർത്താവെ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നിമിഷമായിരിക്കും. ഇന്ന ദിവസം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം ഏറ്റെടുക്കാം. റോമാക്കാർക്ക് ഇത് ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 14-ാമത് തിരുവചനം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ പ്രിയപ്പെട്ടവരായ അപ്പസ്തോലന്മാരെ തന്നിലേക്ക് ആകർഷിച്ചാണ് അവരെ അവരുടെ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഒത്തിരി ഏറെ ആളുകൾ ഈശോയെ ശ്രവിക്കുവാനായി കടന്നു വന്നു. പക്ഷെ അതിൽ ചുരുക്കം ചിലരെ മാത്രമാണ് ഈശോ തൻ്റെ പ്രിയപ്പെട്ടവരായി അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുക്കുക. അവരുടെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, യാതൊരു രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, വലിയ പഠിപ്പോ പത്രാസോ ഒന്നുമില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ചില വ്യക്തികൾ. ഈശോ പഠിപ്പിച്ച ചില വളരെ ലളിതമായ ഉപമകൾ പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അത്രമാത്രം ഒരു വളരെ ഐക്യമൊക്കെ വളരെ കുറഞ്ഞ ആളുകളായിരുന്നു ഈശോ തിരഞ്ഞെടുത്തവർ. പക്ഷേ ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ
ഈശോ അവരിൽ കണ്ടത് അവർക്ക് എന്തായി തീരാൻ പറ്റുമെന്നുള്ളത് കാര്യമായിരുന്നു. അവരുടെ കണ്ണുകളിലെ തീക്ഷ്ണതയും അവരുടെ ആ ഒരു വലിയ താല്പര്യവുമൊക്കെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനുമൊക്കെ ഉള്ള ആ ഒരു വലിയ പൊട്ടൻഷ്യൽ അവരിൽ കണ്ടുകൊണ്ടാണ് ഈശോ അവരെ ചേർത്ത് പിടിക്കുക. പിന്നീട് ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താൽ അവരുടെ ജീവിതങ്ങൾ ശക്തമായിട്ട് മാറുകയാണ്. പിന്നീട് അവർ പറയുന്ന വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരെഴുതിയ ലേഖനങ്ങൾ ഒത്തിരിയേറെ ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ ഈശോയെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെട്ട ഓരോ കാര്യങ്ങളും അതിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും എന്തുമാത്രം ആഴത്തിലുള്ള ദൈവാനുഭവമാണ് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത്. ഓരോ അപ്പസ്തോലന്മാരുടെയും ജീവിതത്തിൽ അപ്രകാരമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. കാരണം നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അതേ ഛായയിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരും. അവിടെ ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് ലഭിക്കുന്ന ആ ഒരു വലിയ ഒരു പ്രോത്സാഹനം, ഒരു വലിയ പ്രേരണയുണ്ട് നല്ലത് ചെയ്യുവാനും തിന്മയായിട്ടുള്ളതിനെ ഒഴിവാക്കാനും. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം മുഴുവനും അവിടെ പറയുന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുക. അവിടെ പ്രധാനമായിട്ടും ശക്തമായിട്ടും പൗലോസ്ലീഹ പ്രാധാന്യം കൊടുക്കുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന പ്രേരണകളെ അതിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. പ്രിയപ്പെട്ടവർ, ഇത് പൗലോസ്ലീഹ ഇത് പറയാനുള്ള പ്രധാന കാരണം പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായൊരു കാര്യമാണ്. നമ്മുടെ ശരീരം അത്രമാത്രം ബലഹീനമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്ന പല നന്മകളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മകളൊക്കെയാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വരുന്നത്. കാരണം അത്രമാത്രം ശരീരം ബലഹീനമാണ്. മനസ്സ് വളരെ ശക്തമാണെങ്കിലും ശരീരം ബലഹീനമാണ്. അവിടെയൊക്കെ ഈ ഒരു ബലഹീനതകളിൽ നമുക്ക് വലിയ ശക്തിയായിട്ട് ബലമായിട്ട് നിൽക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപാവരമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണകൾ അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ക്രമപ്പെടുത്തുവാനും തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമുക്ക് തരുന്നത്, വചനം നമുക്ക് തരുന്നത് വീണ്ടും ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുവാൻ വേണ്ടിയാണ്. ദൈവമക്കളുടെ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നീ അപ്രകാരം ജീവിക്കണം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി ജീവിക്കണമെന്നുള്ള കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ കാര്യമാണ് ക്രിസ്തു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അവർക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമൊക്കെ പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വിശു പറഞ്ഞു കൊടുത്ത ഓരോ ഉപമകളുടെയും അർത്ഥമൊക്കെ മനസ്സിലാകുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അതിൻ്റെ ആഴത്തെയും വീതിയെയും നീളത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ. പ്രകാരം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ എന്തുമാത്രം വലുതാണ് കർത്താവിൻ്റെ സ്നേഹവും കരുണയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തകൻ പറയുന്നത് പോലെ 100-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിൽക്കും. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. ദാവീദ് രാജാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്
ഒത്തിരി ബോധ്യങ്ങൾ അവന് ലഭിച്ചത്. ദൈവത്തെ ഇത്രമാത്രം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ആദ്യം പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവേ, ആ വലിയ ബോധ്യങ്ങൾ ദൈവാനുഭവം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കർത്താവേ, നിൻ്റെ ആ വലിയ സ്നേഹവും കാരുണ്യവുമൊക്കെ അത് മനസ്സിലാക്കുവാനും അതിലാഴപ്പെട്ട് ജീവിക്കുവാനും കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ, കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് മറ്റൊരു പേരായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്ന വാക്കാണ് സ്റ്റെഡ് ഫാസ്റ്റ് ലവ്. അത്രമാത്രം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 90-ാമത്തെ സങ്കീർത്തനം 14-ാം തിരുവചനം പറയുന്ന, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമായ ആനന്ദത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഒരു ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ആ ഒരു വലിയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ പൂർണ്ണമായ ആശ്രയം വയ്ക്കുവാനും കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വചനത്തിൽ നമ്മൾ കണ്ടതുപോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടും. കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന പ്രേരണകൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെ അതിജീവിക്കുവാനും കർത്താവെ ശക്തി തരണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകലർക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ വീഴ്ചകളും പോരായ്മകളുമൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അവരുടെ ജീവിതത്തിലെ കർത്താവെ, എൻ്റെ കാൽവരിയിലെ ബലിയിൽ അവിടെ സംഭവിച്ചതുപോലെ അവിടുന്ന് ഒരുക്കിയ തിരുഹൃദയത്തിൽ നിന്നൊഴുക്കിയ തിരുരക്തത്താലും തിരുജലത്താലും കർത്താവെ അവരുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയൊക്കെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അധികാരത്തിലോ ഞങ്ങളുടെ പ്രയത്നങ്ങളിലോ ഒന്നുമല്ല ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത്. സർവശക്തനായ നിന്നിലാണ്. നിനക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാനും നയിക്കുവാനും സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ബലഹീനതകളിൽ ശക്തിയായി നിൻ്റെ സാന്നിധ്യമാണ് കർത്താവ് ഞങ്ങൾക്ക് ആവശ്യം. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ കർത്താവെ, നിൻ്റെ കൃപ മാത്രം മതി ഞങ്ങൾക്ക്. ആ ഒരു വലിയ ബോധ്യത്തോടെ നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. കർത്താവ്, നിൻ്റെ വലിയ കരുണയാൽ അവരുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവെ, നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുന്ന മക്കളെ അവർ നിയോഗങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ, കർത്താവെ ഞാനെങ്കിൽ ആശ്രയം വയ്ക്കുന്നു, കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ